കപ്പയും ബീഫും ഇഷ്ടമുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അധിക വീട്ടിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ബീഫും മട്ടനും എല്ലാം ഉണ്ടാവും. ബലിപെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ മിക്കവാറും വീട്ടിൽ കുറേ ബീഫെല്ലാം ഫ്രിഡ്ജിലെല്ലാം ഇഷ്ടംപോലെ കിടന്നുറങ്ങുന്നുണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് ഇതെങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതാകുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാക്കാമല്ലോ. നമ്മൾ ഒരാഴ്ച മുമ്പ് വാങ്ങി വെച്ച കപ്പയാണ്. ഉണ്ടാക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം കട്ട് ചെയ്ത് ഫ്രോസനാക്കി വെച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് മോശമായിട്ടൊന്നുമില്ല. ഒരു കുക്കറിൽ കപ്പ നന്നായി വേവിച്ചെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു. പിന്നെ ഒരു കുക്കറിൽ നമ്മൾ ബീഫും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് നന്നായി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കപ്പയും ബീഫും എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം വരും. എത്ര ഡയറ്റ് എന്ന് പറഞ്ഞാലും കപ്പയും ബീഫും എന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ചും ആൾ കഴിച്ചു പോകും. പിന്നെ ബീഫിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വെന്ത് വരട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടനും കൂടി അമർത്തിയേക്കണേ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കപ്പ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ആ കണ്ടത്. പിന്നെ ബീഫൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ വെളുത്തുള്ളി നമ്മൾ അരിയാനൊന്നും നിന്നിട്ടൊന്നുമില്ല. എന്തായാലും ബീഫിന് നല്ല വേവുള്ളതുകൊണ്ട് അത് അങ്ങനെ വെന്ത് കൊള്ളും. അങ്ങനെ വെളുത്തുള്ളി നന്നായി വഴറ്റി കൊടുത്ത് അതിന് ശേഷം ഇഞ്ചി കൂടി ചേർത്ത് പിന്നീട് അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായി വഴറ്റി നമ്മളെ ബീഫ് നമ്മളൊരു 3/4 വേവ് വേവിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ മസാലക്കത്ത് തന്നെ വേവണം. എന്നാലേ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും അറിയാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഗൾഫിലെല്ലാം ഇഷ്ടംപോലെ മട്ടനെല്ലാം കിട്ടുന്ന സമയമാണ്. എല്ലാവരുടെ ഫ്രിഡ്ജിലും ഇഷ്ടം പോലെ 2 മാസം കൂട്ടേണ്ട മട്ടൻ ഉണ്ടാവും. എല്ലാവരും അറിയില്ല. നമ്മളെല്ലാം താമസിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ മട്ടൻ കിട്ടാറുണ്ട്. കുറേ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനെ കൊണ്ടൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഓരോരാൾ ഇങ്ങനെ ചെയ്താൽ മട്ടനും ബീഫും എല്ലാം തീർന്നു കിട്ടും. എന്നാൽ രുചിയോടെ ഓരോ ദിവസം കഴിക്കുകയും ചെയ്യുക. പിന്നെ മട്ടൻ കുറുമ ഉണ്ടാക്കുക, മട്ടൻ കോഫ്ത ഉണ്ടാക്കുക. വെറുതെ ഉണ്ടാക്കി കളയണ്ട. കുറേ ആയിട്ട് എല്ലാവരും ഓരോരോ ദിവസം ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വരട്ടെ. നന്നായി വഴറ്റണേ. കാരണം ബീഫ് ഒരു 3/4 വേവ് വെന്തിട്ടുള്ളതാണ്. ഉള്ളിയുടെ വെള്ളത്തിലൊന്നും വേവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു മധുരം നന്നായി വഴറ്റിയിട്ടില്ലെങ്കിൽ ഒരു മധുരം ഉണ്ടാവും ഉള്ളിൻ്റെ. അതുണ്ടാകാതിരിക്കാനാണ് പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. ഉള്ളിയൊക്കെ നന്നായി വഴറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് അതും നന്നായി മൂത്ത് വന്നപ്പോൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. മല്ലിയില നമ്മുടെ കയ്യിലില്ലായിരുന്നു. മല്ലിയിലായിരിക്കും നല്ലത്. അങ്ങനെ എല്ലാം കൂടി നന്നായി മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മളെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. കപ്പയും ബീഫും ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് ചോറിൻ്റെ ആവശ്യമില്ല. ഇതും നമുക്കൊരാൾ പെരുന്നാളിൻ്റെ വകയായിട്ട് കൊണ്ടു തന്നതാണ്. കപ്പ വാങ്ങിയിട്ട് അന്ന് ഉണ്ടാക്കാൻ പറ്റാത്തവർ തൊലികളെന്ന് നന്നായി കഴുകി ഒരു നല്ല അടപ്പുള്ള പാത്രത്തിൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ. അങ്ങനെ ഉള്ളിയെല്ലാം നന്നായി വഴറ്റി വന്നപ്പോൾ വളരെ കുറച്ചേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ബീഫ് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ കപ്പയിലും ഉപ്പുണ്ട്. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നിനും കൊള്ളൂല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിച്ച പോലെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. നിങ്ങൾ എന്തായാലും ബീഫ് ഉണ്ടെങ്കിൽ, പിന്നെ ബീഫ് ഇല്ലെങ്കിൽ ചിക്കൻ ആയാലും മതി. ചിക്കന് പിന്നെ അത്രയും വേവിക്കണം, കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും കപ്പയും ബീഫും അല്ലേ നല്ലത്. അങ്ങനെ നമ്മളെല്ലാം വഴറ്റി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ക്രഷ് ചെയ്ത കുറച്ച് ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് കൂടുതൽ മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ലേ. പച്ചമുളക് ചേർത്തത് കൊണ്ട് കൂടുതൽ മുളക് പൊടിയൊന്നും ഇതിന് ആവശ്യമില്ല. പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയാണ്. വീട്ടിൽ തന്നെ നന്നായി വറുത്ത് പൊടിച്ച് വെച്ചതാണ്. നമ്മൾ മല്ലിപ്പൊടി പൊടിക്കുമ്പോൾ അതിലേക്ക് നല്ല ജീരകവും പെരുംജീരകവും ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കറിക്കിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മസാലയൊക്കെ നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് കുറച്ച് ഗരം മസാലപ്പൊടിയാണ്. വളരെ കുറച്ച് മതിയേ. പിന്നെ ചേർത്തത് 1 ടീസ്പൂൺ ജീരകമാണ്.
അതും കുറച്ച് മതി. പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് പെപ്പർ പൗഡറാണ്. അതൊരു ടേബിൾ സ്പൂണായാലും കുഴപ്പമില്ല. അതിൻ്റെ രുചി എന്തായാലും മുന്നിട്ട് നിൽക്കേണ്ടതാണ്. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തട്ടുകട സ്റ്റൈലിലുള്ള ബീഫ് കറി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ മസാലക്കൂട്ടൊക്കെ നന്നായി വഴറ്റി വന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ച് കൊടുക്കണേ. വെള്ളം ഊറ്റിക്കളയാനേ പാടില്ല. എന്നിട്ട് ഈ മസാലയിൽ നിന്ന് നന്നായി വെന്ത് വരണം. എല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി കൂടി ചേർത്ത് ഇതൊക്കെ നന്നായി വറ്റി വരട്ടെ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും ഒന്നും കൂടി പറയണം ചെയ്തേക്കണേ. എന്നാൽ എല്ലാവരും പെട്ടെന്ന് പോയി, ബീഫ് ഉള്ളവർ പെട്ടെന്ന് ഇതുണ്ടാക്കി നോക്കൂ, ഇല്ലാത്തവർ പോയി വാങ്ങി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു. തക്കാളിയും മസാലയും എല്ലാം ഒന്നിച്ച് നന്നായി വറ്റി വരട്ടെ.